രാജാവ് ഒരു മന്ത്രം ചൊല്ലി ഒരു വില്ലെടുത്ത് ഊതി ഒരു അമ്പ് തൊടുത്തുവിട്ടു. വിചിത്രമെന്ന് പറയട്ടെ, അമ്പ് സ്വയം ആകാശത്ത് വളഞ്ഞു. കുതിര ഒരു തെരുവിലൂടെ കടന്നു പോവുകയായിരുന്നു. ഒരു പാൽക്കുടം നശിപ്പിച്ചു. അത് നേരെ ആ മനുഷ്യന്റെ നേരെ കുതിച്ചു പാഞ്ഞു. അവൻ വേഗത്തിൽ കുതിരപ്പുറത്ത് കയറി നഗര കവാടങ്ങൾ അടയ്ക്കാൻ പോയി. എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷെ അമ്പ് ഇപ്പോഴും അവനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവൻ സുരക്ഷിത സ്ഥാനത്തെത്താൻ പോകുമ്പോൾ അമ്പ് പെട്ടെന്ന് വേഗത കൂട്ടി സഹോദരന്റെ മുതുകിൽ തുളച്ചു കയറി. അവനെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. മുറിവ് പരിശോധിക്കാൻ ശ്രമിച്ചു, പക്ഷെ വളരെ വൈകി. അവന്റെ സഹോദരൻ അവന്റെ കൺമുന്നിൽ മരിച്ചു. അവൻ തകർന്നുപോയി. ഈ രക്തത്തിന് രക്തം കൊണ്ട് പ്രതികാരം ചെയ്യുമെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് അവൻ സമുദ്രം കടന്നു. വഴിയിൽ ചില ആളുകളുമായി അവൻ സൗഹൃദത്തിലായി. പുരാതന കാലത്ത് ദൈവന്മാർ ജീവിച്ചിരുന്നപ്പോൾ റഷ്യ മിന്നലിൽ നിന്നൊരു ദിവ്യ ആയുധം സൃഷ്ടിച്ചുവെന്ന് അവന്റെ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു. ആ ആയുധത്തിന് മാത്രമേ രാജാവിനെ പരാജയപ്പെടുത്താൻ കഴിയൂ. പക്ഷെ ആ ആയുധം പാതാളത്തിൽ മറഞ്ഞിരിക്കുന്നു. അത് കണ്ടെത്തുന്നത് എളുപ്പമല്ല. അതിനാൽ എല്ലാവരും പുറപ്പെട്ടു. നടക്കുമ്പോൾ അവരൊരു ലാബിരിന്തിൽ അവരെത്തി. ഈ സ്ഥലത്തിന്റെ കേന്ദ്രം പാതാളത്തിലേക്കുള്ള വാതിലാണെന്ന് പറയപ്പെടുന്നു. അപ്പോഴേക്കും മുറി മുഴുവൻ ഇളകാൻ തുടങ്ങി. ചുമരുകളിൽ നിന്ന് കല്ലുകൾ പൊട്ടി എല്ലാ ദിശകളിലേക്കും പറന്നു. മരുഭൂമിയിൽ നിന്നൊരു ഉയരമുള്ള തൂണുയർന്നു വന്നു. അവരെല്ലാം അതിന്റെ അഗ്രത്തിൽ കുടുങ്ങിപ്പോയി. ഇതാണ് പാതാളത്തിലേക്കുള്ള വാതിൽ. ഈ ആളുകൾ സ്വന്തം മിഥ്യാധാരണകളിൽ കുടുങ്ങി. 100 മീറ്റർ ഉയരമുള്ള ഒരു കൽത്തൂണിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് അവർ വിശ്വസിച്ചു. അവൻ ശക്തി സംഭരിച്ച് ആദ്യ ചുവടുവെപ്പ് നടത്തി. താഴെ ഒരു ചുവടുവെപ്പ് രൂപം കൊണ്ടു. പ്രതീക്ഷയുടെ ഒരു കിരണം വീണതുപോലെ എല്ലാവരും പുഞ്ചിരിച്ചു. എന്നാൽ അവൻ രണ്ടാമത്തെ ചുവടുവെപ്പ് എടുക്കുമ്പോൾ തന്നെ അവൻ നേരെ താഴേക്ക് വീണു. പെട്ടെന്ന് കൽത്തൂൺ നിലത്തേക്ക് താഴ്ന്നു. ഇത് യഥാർത്ഥത്തിൽ പാതാളമാണെന്ന് വെളിപ്പെടുത്തി. രാജാവിനെ പരാജയപ്പെടുത്താൻ ഒരു ദിവ്യ കലാരൂപം ലഭിക്കാൻ ഈ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നു. അവന്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനിയും കാത്തിരുന്നാൽ നമ്മൾ എന്നേക്കുമായി ഇവിടെ കുടുങ്ങിപ്പോകും. മണലിനടിയിൽ നിന്ന് മൂർച്ചയുള്ള മുള്ളുകൾ ഉയർന്നു. ഉണങ്ങിയ മരക്കൊമ്പുകൾ പതുക്കെ ഉയർന്നു. ചുറ്റുപാടും ഇരുട്ടിന്റെയും ഭയത്തിന്റെയും അന്തരീക്ഷം വ്യാപിച്ചു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത് ശരിക്കും ഐതിഹാസിക പാതാളമാണോ? എന്നിരുന്നാലും അവർ തുടർന്നു. കുറച്ചു സമയത്തിന് ശേഷം അവരൊരു പഴയ കൊട്ടാരത്തിലെത്തി. പെട്ടെന്ന് ഒരു റിബൺ പോലെയുള്ളൊന്ന് പറന്നുവന്ന് ഒരു മനുഷ്യനായി മാറി. അത് പാതാളത്തിന്റെ രാജ്ഞിയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, നിങ്ങൾക്ക് പുരാവസ്തു വേണമെങ്കിൽ അതിനു പകരമായി നിങ്ങൾ നിങ്ങളുടെ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും. രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലുമില്ല. അതേസമയം അവന്റെ കൂട്ടാളികളിൽ ഒരാൾ നിശബ്ദമായി പോയി. അയാൾ പുരാവസ്തു ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി. അവരൊരുമിച്ച് മുകളിലും താഴെയും കയറി. അവസാനം അവർ പുരാവസ്തു വീണ്ടെടുത്തു. പുരാവസ്തു ആ മനുഷ്യന് കൈമാറി. രാജ്ഞി വെറുതെ നോക്കിയപ്പോൾ എല്ലാവരും വന്ന വഴിച്ച് തന്നെ ഓടുന്നു. എന്നാൽ ഒരു കൂട്ടാളി ഇപ്പോഴും പിന്നിലുണ്ട്. അത്യാഗ്രഹത്താൽ രത്നം മോഷ്ടിച്ചു. മറ്റുള്ളവർ കൽത്തകിടിയിലെത്തിയപ്പോൾ അയാൾ പിന്നിൽ ഉപേക്ഷിക്കപ്പെട്ടു. അടുത്ത നിമിഷം അവന്റെ ശരീരം കല്ലായി മാറി. അയാൾ എന്നേക്കുമായി പാതാളത്തിൽ കുടുങ്ങിപ്പോയി. മറ്റുള്ളവർ ഉണർന്നു. ഇപ്പോൾ ദിവ്യമായ കലാസൃഷ്ടി പിടിച്ചു.